ഹലോ ഗൈസ്, എൻ്റെ പേര് പൂജ. എന്നെ കണ്ട ഞാനാള് പാവാന്നൊക്കെ തോന്നും, പക്ഷെ അല്ല. എന്നെ വളർത്തി വഷളാക്കി വെച്ചേക്കുക. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ സ്റ്റോറിയാണ്. എൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റോറിക്ക് ഒരു അർത്ഥം വരില്ലായിരുന്നു. സ്റ്റോറി എന്ന് പറയണ്ട, ലൈഫ് എന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് 1997. എൻ്റെ സ്വന്തം സ്വാതി ആൻറ്റിക്കും രഞ്ജൻ അങ്കിളിനും ഒരു കുട്ടി പിറക്കുന്നു. അന്ന് കാണാൻ നല്ല ക്യൂട്ടൊക്കെ തന്നെ, പക്ഷെ ആളുടെ സ്വഭാവം ഇച്ചിരി കഴിയുമ്പോൾ മാറും. മാറി നിൽക്കതല്ല അവിടെ നിന്ന്, എൻ്റെ സ്വാതിയെ ഞാനിതാ വരുന്നു. ഈ ഫ്രെയിമിലേക്ക് ഉന്തി തള്ളി വരുന്ന ഈ കുട്ടിയാണ്, കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഈ കിളവിയാണ് എൻ്റെ മമ്മി. കണ്ടാ തോന്നുമോ? എനിക്ക് വരെ തോന്നുന്നില്ല. എൻ്റെ മമ്മിയുടെ പേര് ശ്രുതി. ഓർത്ത് വെച്ചോ, ഇനി നല്ല ആവശ്യം വരും. എന്റെ പൊന്നു ശ്രുതി, നീ ആ തള്ളയിലൊന്നും തള്ളിയിടല്ലേ. സോറി ആന്റി, അറിയാതെ പറ്റിയതാ. കുട്ടിയുണ്ടായ ആവേശത്തിന് ഓടി വന്നപ്പോ തള്ളിയതാ. ആരാണ് നിന്റെ ആന്റി? പിന്നെ ഈ ഇല്ലാത്ത വെള്ളിയൊക്കെ തലയിൽ വെച്ച് വരുന്ന ഈ പാവ അങ്കിളില്ലേ, ഈ അങ്കിളാണ് എൻ്റെ പിതാജി. പുള്ളിയുടെ പേരാണ് ശങ്കർ. എൻ്റെ സ്വാതി, പ്രസവം നല്ലതായിരുന്നോടി? വേദന എടുത്തോ? ഇല്ലടി, ഞാൻ വീഗാലാൻഡിൽ ടൂർ പോയതല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശ മാറി നിൽക്കവിടുന്ന്. ഞാൻ എൻ്റെ കൊച്ചിനെ കാണട്ടെ. നിന്റെ കൊച്ചോ? ഇപ്പൊ ഇനി ഇത് എൻ്റെ കൊച്ചാ. ബെസ്റ്റ്. ഒച്ചോടാ, നല്ല ഹലുവ കഷ്ണം പോലത്തെ കൊച്ചല്ലേ. ഹലുവ കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്റെ കൊച്ചിനെ പിടിച്ച് തിന്നേക്കല്ലേ. ഓ, എനിക്കറിയാം തിന്നണോ വേണ്ടോ എന്നൊക്കെ. മനുഷ്യരെ തിന്നാൻ ഞാൻ നരഭോജിയൊന്നും അല്ല. ദേ, ഈ അസ്ഥാനത്ത് ചളി പറഞ്ഞു വരുന്ന ഈ വ്യക്തിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രതീഷ് അങ്കിൾ, എൻ്റെ ഭാവി അമ്മായപ്പൻ എന്ന് ഇപ്പം പറയാം. അസ്ഥാനത്തെ ചളിയാണെങ്കിലും ആളൊരു പാവാട്ടോ. നല്ല സുന്ദരം കൊച്ച്. ഭാവിയിലേ എൻ്റെ കൊച്ച് പെണ്ണാണെങ്കിലേ ഇവനെ കൊണ്ട് കെട്ടിക്കോ. നിന്റെ കൊച്ചിന് നിന്റെ സ്വഭാവം അല്ലെങ്കിൽ നമുക്ക് നോക്കാടി. ഇതാണ് അഭിനന്ദ് ആർ, നമ്മുടെ കഥയിലെ കഥാനായകൻ. പുള്ളിനെ കാണുമ്പോൾ പാവാന്നൊക്കെ തോന്നും, എന്നാ അത് പതിയെ മാറിക്കോളും. വർഷം 2000. എൻ്റെ മാതാശ്രീക്കും പിതാജിക്കും ഒരു ലോട്ടറി അടിച്ചു. ആ ലോട്ടറിയുടെ പേരാണ് പൂജ എന്ന ഞാൻ. എന്നെയൊക്കെ മോളായി കിട്ടാൻ അവരെന്ത് ലക്കിയാണല്ലേ. മോനെ, നീ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചാ. അയ്യേ, ഈ വിരലുവായിടുന്ന ഉണ്ണിവാവയോ? നീയൊക്കെ ജനിച്ചപ്പോൾ പിന്നെ തടിയാണോ വയലിട്ടേന്ന് ചോദിക്കാൻ അറിയാനിട്ടല്ല, മലയാളം അറിയാത്തോണ്ടാ. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം വൈൽഡ് കാർഡ് എൻട്രി പോലെ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ആളുടെ പേരാണ് ദിവ്യ. അതെ, കുറച്ച് ബോധം വെച്ചതിന് ശേഷം ഇവൾ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ശത്രുവായിരുന്നോ എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവത്തില്ല. അതെ ഗൈസ്, ഇവളാണ് എൻ്റെ സ്വന്തം ദിവ്യ എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം ചേച്ചിയാന്ന് എൻ്റെ ഷോ കാണിക്കണ്ടേ. എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് സങ്കടം വന്നേ. ജനിച്ചതിന് ശേഷം പിന്നെ ഒരു 5-6 വയസ്സാവുന്നത് വരെ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവള് മാറിയിട്ടില്ല. രാത്രി അമ്മേനെ ഒട്ടിപ്പിടിച്ചേ കിടക്കത്തുള്ളൂ, അച്ഛനെ അടുപ്പിക്കത്തില്ല. പോരാത്തതിന് രാത്രി ഫുള്ള് കരച്ചില്. എന്തിന്, ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഇവളെ കൊണ്ടുപോകണം. എന്തായാലും സ്കൂളിൽ വിട്ട് തുടങ്ങിയതിന് ശേഷം എല്ലാം മാറി. കല്യാണം കഴിക്കുന്നതിലും ഭേദം സന്യാസിയാവുന്നതാണ് എന്ന് വരെ എൻ്റെ അച്ഛൻ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ 6th ഗ്രേഡിലും ഈ കുട്ടിപ്പിശാശ് 4th ഗ്രേഡിലും പഠിക്കുന്ന സമയം. ഞങ്ങൾ രണ്ടുപേരും CBSE ആയിരുന്നേ. സ്കൂൾ ബസ്സിലെ ഡ്രൈവർ എൻ്റെ ചെവിക്ക് തിരുമ്പിയതിൻ്റെ പേരിൽ ഞാൻ അയാളെ പോടാ പട്ടിയെന്ന് വിളിച്ചു. പിന്നെ എന്നെ സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ടില്ല. വേറെ പ്രൈവറ്റ് വാനിലേക്കൊക്കെ മാറ്റുന്നതിന് മുൻപേ എൻ്റെ സ്വന്തം സ്വാതി ആൻറ്റി ഒരു കാര്യം പറഞ്ഞു. കൊച്ചിന് സൈക്കിൾ ഓടിക്കാൻ അറിയാലോ, സ്കൂൾ അടുത്തല്ലേ, എന്നാ അബിയുടെ കൂടെ ഇവളെ വിടാം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് വരട്ടെ. അബിയാ? അതെ, ഞാനത് കേട്ടപ്പോൾ ഞെട്ടി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കുക്കു, അപ്പുറത്തെ വീട്ടിൽ അബീനെ കണ്ടുപിടിക്ക്.
അവനൊക്കെ 6ാം ക്ലാസ്സിൽ എന്ത് നല്ല മാർക്കായിരുന്നു എന്നറിയോ? എൻ്റെ കുക്കു അപ്പുറത്തെ വീട്ടിലെ അബീനെ കണ്ടു പഠിക്കുക. അവന് സ്പോർട്സിന് എന്തോരം മെഡലുണ്ടെന്നറിയോ? എൻ്റെ കുക്കു അപ്പുറത്തെ വീട്ടിലെ അബീനെ കണ്ടു പഠിക്കുക. അവൻ എല്ലാ ദിവസവും 7 മണിക്ക് എഴുന്നേക്കും. നിന്നെയാണെങ്കിൽ മൂട്ടിക്കൂടെ വെള്ളം കോരി വെച്ചാൽ പോലും നീ എഴുന്നേക്കില്ലല്ലോ. എൻ്റെ കുക്കു അബീനെ കണ്ടു പഠിക്കുക. എൻ്റെ കുക്കു അബീനെ കണ്ടു പഠിക്കുക. എൻ്റെ കുക്കു അബീനെ കണ്ടു പഠിക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും അബി പഠിപ്പിയാന്ന്. അതെ, അബി പഠിപ്പി തന്നെയാണ്. പക്ഷേ ഇവൻ്റെ വീട്ടിലും അത് തന്നെയാണ് അവസ്ഥ. അബി, നിനക്കെന്ത് അഹങ്കാര അപ്പുറത്തെ വീട്ടിലെ കുക്കുവിനെ കണ്ടു പഠിക്കേ. അവൾ എന്ത് പാവാണെന്നറിയോ? അതെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും മെൻ്റലി ടോർച്ചറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു കണ്ടാലും അപ്പുറത്തെ വീട്ടിലെ കുക്കുവിനെ അഥവാ അപ്പുറത്തെ വീട്ടിലെ അബിനെ കണ്ടുപഠിക്കാൻ പറയും. അങ്ങനെ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് പരസ്പരം കാണുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, എടി ദിവ്യേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയടി. എടി അതെ, എനിക്കുണ്ടല്ലോ 11th മറ്റേ ആ ജാക്സണില്ലേ, ആ ജാക്സൺ ചേട്ടന് ഇഷ്ടമാണ്. ശരിക്കും? ആടി ശരിക്കും. എന്താണെന്നറിയില്ല, നല്ല ഹാൻസം അല്ലേ കാണാൻ. എടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ തല്ലരുത്. എന്താടി? നമ്മുടെ ഫ്രണ്ടിൽ അബിയേട്ടൻ നിൽക്കുന്നു. അതെ ഗൈസ്, അബി അത് കേട്ടു. ഈ വളരെ ആത്മാർത്ഥതയുള്ള ഈ മകൻ വീട്ടിൽ പോയി പറഞ്ഞു. രതീഷ് അങ്കിൾ സ്വന്തം നൻപനായ ശങ്കറിനോട് എല്ലാ കാര്യവും പറഞ്ഞു. അതെ, പിന്നീട് അവിടെ നടന്നത് ഒരു ജീവമരണ പോരാട്ടം തന്നെയായിരുന്നു. കാര്യം 9ാം ക്ലാസ്സൊക്കെ തന്നെ. ഈ സമയത്ത് അങ്ങനെയൊക്കെ തോന്നേണ്ടതാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ തല പോവാഞ്ഞത്. അല്ലെങ്കിൽ ഈ കഥ പറയാൻ ഇപ്പം ഞാനുണ്ടാവത്തില്ല. എന്തായാലും അന്ന് ആ നടന്ന സംഭവം എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. വല്ലാതെ എന്ന് വെച്ചാൽ ഈ തിണ്ടീന് അന്ന് രാത്രി എനിക്ക് ചുട്ടു കൊല്ലാൻ തോന്നി. പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ പൊന്നെ ദിവ്യേ, എൻ്റെ ജാക്സനെ കാണാൻ എന്ത് ഭംഗിയാടി. ദിവസം കൂടുന്നോറും ഭംഗി കൂടിക്കൂടി വരിക. എൻ്റെ പൊന്നു മോളെ, നിനക്ക് വട്ടാണോ? നിനക്കൊരു കാര്യം അറിയോ? ആ അബിയില്ലേ, അവൻ്റെ പുറകെ എത്ര പെൺപിള്ളേരെ നടക്കുന്നതെന്നറിയോ? ഈ സ്കൂളിലെ മിക്ക പെൺപിള്ളേർക്കും അവനെ നോട്ടമുണ്ട്. നീ മാത്രം ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് ആ ജാക്സനെ നോക്കുന്നുള്ളൂ. എന്ത് നല്ല ചാൻസ് ആടി. ബാക്കി എല്ലാ പെൺപിള്ളേരുടെയും വിചാരം എന്താണെന്നറിയോ? നിങ്ങൾ സെറ്റാന്നാ. കാരണം അവനാണെങ്കിൽ ഒരു പെണ്ണിനെ പോലും തിരിഞ്ഞു നോക്കത്തില്ല. നിൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് നീ ആ മാങ്ങാണ്ടി ജാക്സനെയാണോ നോക്കുന്നേ? ദേ, മാങ്ങാണ്ടി എന്നെങ്ങാനും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് അഭിനയൊന്നും വേണ്ട. അതിലും ഭേദം ജാക്സൺ തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സ്പോർട്സ് ഡേയുടെ അന്ന്. ഇടി എൻ്റെ ജാക്സൺ ഓടുന്നുണ്ടടി, എൻ്റെ ജാക്സൺ ഓടുന്നുണ്ടടി. ഞാൻ കരുതി അവൻ ഞൊണ്ടുവാന്ന്. എന്ത് രസാടി കാണാൻ. എൻ്റെ പൊന്നു കുക്കു ഒന്ന് വായടച്ചിരിക്കേ, അല്ലെങ്കിൽ ഞാൻ 6ാം ക്ലാസ്സിലെ പിള്ളേരുടെ കൂടെ പോയി ഇരിക്കും കേട്ടോ. ഇവളെ കൊണ്ട്. നീ ആരെയാടെ നോക്കി ദഹിപ്പിക്കുന്നേ? ഒന്നുമില്ല. കുഞ്ഞായിരിക്കും, അല്ലാതെ നീ ഗേൾസിന്റെ സൈഡിലേക്ക് വെറുതെ നോക്കൂ. രോഹിത്തെ, അനാവശ്യം പറഞ്ഞു വരുത്തരുത്. നീ എൻ്റെ മേടിച്ചു കൂട്ടും. ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ കണ്ണുപൊട്ടനല്ലേ. ഇനി എന്ത് നടന്നാലും കണ്ണടച്ചിരിക്കാം. എന്തായാലും ഞാനെന്റെ ദിവ്യാനെ നോക്കട്ടെ. ജാക്സൺ സെബാസ്റ്റ്യൻ, ഫസ്റ്റ് പ്രൈസ്. കൊണ്ടോടി ഫസ്റ്റ് കിട്ടിയടി, ഫസ്റ്റ്. നിനക്ക് ഫസ്റ്റ് കിട്ടിയ പോലെയാണല്ലോ കാണിക്കുന്നത്. ആടി, എനിക്കാടി ഫസ്റ്റ് കിട്ടിയേ. ജാക്സൺ, വെള്ളം വേണോ? വേണം, ഞാൻ പോയി കുടിച്ചോളാം. നീ എങ്ങോട്ടാ പോയി കുടിക്കുന്നേ? ഇന്നാളാ പിടിച്ചോ? വേണ്ട, പൂജയുടെ ഇപ്പുറത്ത് ഒരു ബോട്ടിലുണ്ട്, ഞാൻ അത് പോയി കുടിച്ചോളാം. നടക്കട്ടെ. ഇവിടെ 100 ബോട്ടിലുണ്ട്, എന്നാലും അവൻ ഈ ബോട്ടിൽ എന്നെ പിടിക്കത്തുള്ളൂ. ഹായ്. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്, ഫസ്റ്റ് ആണല്ലേ? ജാക്സൺ സെബാസ്റ്റ്യൻ, ഫസ്റ്റ് പ്രൈസ്. ഞാനെന്നാ പോട്ടെ, പ്രൈസ് മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കായിരുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ബൈ. അന്ന് ആദ്യമായി എന്നോട് ഒരാൾ സംസാരിച്ചു. അതെ, അന്നാണ് എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചത്. അതും ചോദിച്ചാൽ എന്താണെന്നറിയോ? ഒരുമിച്ച് സൈക്കിളിനാ പോയി വരുന്നതെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വാ തുറക്കത്തില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ എന്നെ കൊണ്ടാക്കും. ഞാൻ വീട്ടിൽ കയറി എന്ന് ഉറപ്പ് വരുമ്പോൾ അവൻ പോവും. നീ ആ ജാക്സൺ ഇതുവരെ വിട്ടില്ലേ? നീ കാരണം എനിക്ക് എത്ര സങ്കടം ഉണ്ടായെന്നറിയോ? നീ കാരണം എൻ്റെ വീട്ടുകാരനെ എത്ര വഴക്ക് വരണമെന്നറിയോ? ഇനി അവൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ അടുത്ത് മിണ്ടാ വേണ്ട. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ആടി പോ.
അതെ ഗൈസ്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വോൾക്കാന് അന്ന് ബ്ലാസ്റ്റ് ആയിപ്പോയി. പോത്തിന് വേദൂത എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം. എന്നാലും ജാക്സൺ എന്ത് സ്പീഡിലാണല്ലോ ഓടിയേ. എടി ഒന്നും മിണ്ടാണ്ടിരുന്നേ, ആ ഫ്രണ്ട് ബെഞ്ചിലെ പിള്ളേരെന്തൊക്കെയോ പറയുന്നു. എടി എന്നാലും ആ അബി എന്ത് ഹോട്ടടി, അവൻ്റെ പുറകെ എന്തോരം ആൾക്കാരാ നടക്കുന്നത്. എന്നിട്ടും അവൻ ആരെയും നോട്ടുമല്ല. അവൻ ആകെ നടക്കുന്നത് ഇവളുടെ കൂടെ, ഈ പൂജയുടെ കൂടെ. ഇവരമ്പിലും ഒന്നുമില്ലെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, ചോദിച്ചാൽ ഒന്നുമില്ലെന്നേ പറയത്തുള്ളൂ. അവൻ ഈ സ്കൂളിൽ ആകെ സംസാരിച്ചിട്ടുള്ള പെൺകുട്ടി ഇവളാന്നാ തോന്നുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഒരുപാട് ലക്കിയ. അവളുടെ ഒക്കെ ഒരു യോഗം. ഇവരെന്ത് പൊട്ടത്തന്നെയായി പറയുന്നേ. കേട്ടോടി കേട്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറയുന്നത്. നല്ല ലുക്കാടെയാണ് കാണാൻ. ലുക്കോ? മാങ്ങയാണ് മാങ്ങ. എൻ്റെ ജാക്സൺ എന്നല്ലൊക്കെ. പിന്നെ ജാക്സന്റെ പുറകെ ആകെ 3-4 പേരെ നടക്കുന്നുള്ളൂ. ഇത് ക്ലാസ് ഫുള്ളും അവൻ്റെ പുറകെയാ. ക്ലാസ് പോട്ടെ, സ്കൂളിൽ മിക്ക പെൺപിള്ളേരും അവൻ്റെ പുറകെയാ. അവനെ ആകെ സംസാരിക്കുന്നത് നിന്റെ അടുത്താ. നീ ഒന്ന് ചൂണ്ടയിട്ട് നോക്ക്. ചൂണ്ടയോ? ശേ, അതിനൊന്നും എന്നെ കിട്ടൂല. മാം, ഒരു നോട്ടീസ് ഉണ്ട്, അകത്ത് കേൾക്കോട്ടെ? ഗെറ്റ് ഇൻ. ഡാഡി നോക്കടി, എന്ത് ലുക്കാടി. ഇത്രയ്ക്ക് ലുക്കുണ്ടോ കാണാൻ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, സംതിങ് ഫിഷി. അവർ തമ്മിൽ എന്തോ ഉണ്ട്. എടാ, നീ എന്താ കാണിക്കുന്നേ? അല്ലാതെ ഇങ്ങനെയൊക്കെ ഐ കോണ്ടാക്ട് നോക്കൂ. ടീച്ചർ നിൽക്കുന്നത് പോലെ മൈൻഡാക്കിയില്ല. എടി, നീ എന്ത് നോട്ടം എവിടെയാ നോക്കിയേ? അല്ല, ഞാൻ ചുമ്മാ നോക്കിയതാ. ചുമ്മാ അതൊക്കെ ഇങ്ങനെയാണോ നോക്കണേ? അതെ ഗൈസ്, അതൊരു സ്പാർക്കായിരുന്നു. ആ സ്പാർക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് ഇച്ചിരി വൈകിയായിപ്പോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാനിപ്പോൾ ജോർജിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അബിയോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാസ് ഔട്ട് ആയതിനു ശേഷം പിന്നെ അതൊന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ജോർജിയയിൽ വന്നതിന് ശേഷം ജോലി ഞാനങ്ങ് മടുത്തുപോയി. പിന്നെ അബി ജർമ്മനിയിലെ ഏതോ ഒരു കമ്പനിയിലെ വലിയ പോസ്റ്റാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതും അമ്മ പറയുന്നത്. അല്ലാതെ അതിനെപ്പറ്റി എനിക്ക് വലിയ ബോധമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു. എന്താ മമ്മി, ഞാനിവിടെ ബിസിയാ, ഇപ്പൊ തന്നെ വിളിക്കണോ? ഡി കുക്കു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എപ്പോ വിളിച്ചാലും അവള് ബിസിയാ. നിനക്ക് അവിടെ എന്താ പണി? എന്റെ മമ്മി ഇവിടെ ഭയങ്കര വർക്ക് പ്രഷറാ. വർക്ക് ഫ്രം ഹോം ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ദൈവമേ, നിനക്ക് 2 ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വരുന്ന എന്താ കുഴപ്പം? ലീവ് എടുക്കാനോ? മെഡിക്കൽ ലീവ് പോലും കിട്ടുന്നില്ല. അപ്പോഴാണ്. എന്റെ കുക്കു, നീ ഒന്നും പറയണ്ട. ഒരു 2-3 മന്ത്സ് ലീവ് എടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ. എന്താ മമ്മി, എന്ത് പറ്റി? അത്യാവശ്യമായിട്ടുള്ള കാര്യം, നീ മര്യാദയ്ക്ക് വന്നോ? അത്യാവശ്യം? ദൈവമേ, എനിക്ക് വയ്യ അയാളുടെ ഇംഗ്ലീഷിൽ തെറി കേൾക്കാനായിട്ട്. ഇപ്പൊ എന്താ ചെയ്യാ? റിസൈൻ ചെയ്താലോ? റിസൈൻ ചെയ്യാലേ? ഇനി നാട്ടിൽ ചെന്ന് വേറെ വല്ല ജോലിയും നോക്കാം. അല്ലെങ്കിൽ ഇയാളുടെ തന്തയ്ക്ക് വിളി കേട്ട് എന്റെ തന്തയ്ക്ക് എന്തെങ്കിലും പറ്റി പോകും. അതെ ഗൈസ്, കഷ്ടപ്പെട്ട് മേടിച്ച എന്റെ ജോർജിയയിലെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ജോലിയെക്കാളും വലുത് എന്റെ ജീവനാണ് എന്ന ബോധം വന്നതോടെ അങ്ങനെ ഞാൻ എന്റെ നാട്ടിലേക്ക് വിട്ടു. എന്റെ കുക്കുമോളെ, വെളുത്ത് വെള്ളപ്പാറ്റ് പോലെയായി. നീ എന്താടി അവിടെ? സൂര്യ വെളിച്ചമൊന്നും കൊള്ളാറില്ലേ? സൂര്യ വെളിച്ചോ? തണുത്തിട്ട് മുട്ട് പറിക്കുമ്പോ ഞാൻ ഇനി സൂര്യ വെളിച്ചം കൊള്ളാൻ പുറത്തിറങ്ങാം. ഇല്ല മമ്മി. അങ്ങനെ തട്ടിയും മുട്ടിയും എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. കുക്കുപ്പെണ്ണെ, നീ വളർന്ന് വലിയ കൊച്ചായാലോടി. പിന്നെ ബാക്കിയുള്ളവര് വളർന്ന് ചെറിയ കൊച്ചല്ലാവുന്നേ. ആന്റി, എങ്ങനെയുണ്ടായിരുന്നു അവിടെ? സുഖമൊക്കെ അല്ലേ? ആന്റി സുഖ. എന്നാ നീ തിരിച്ചു പോന്നേ? അത് ആന്റി, നിന്നോട് ഞാൻ ചോദിക്കാൻ വിട്ടു. നീ എന്താടി തിരിച്ചു പോന്നേ? എന്താണ് സ്വാതി കൊച്ചിനോട് ഇങ്ങനെ ചോദിക്കുന്നേ? അവൾക്ക് ചിലപ്പോ പോവാൻ താല്പര്യം ഉണ്ടാവത്തില്ല. താല്പര്യം ഇല്ലാത്തോണ്ടല്ല അങ്ങളെ, ഞാൻ അടുത്ത ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്താ? എന്നിട്ട് ഞങ്ങളോട് എന്താ പറയാനേ? അത് മറന്നുപോയി. ബെസ്റ്റ്. അത് സാരില്ലടി, അത് പോട്ടെ, നമുക്ക് വേറെ നോക്കാന്ന്. ഹൈവ, എന്ത് നല്ല തന്ത. ഇങ്ങനത്തെ തന്തേനെ വേറെ എവിടെന്നെങ്കിലും കിട്ടോ? ദിസ് ഈസ് മൈ ബെസ്റ്റ് സപ്പോർട്ടീവ് ഫാദർ. ശ്രുതി, എന്താടി? നീ ആ കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ത് കാര്യ? എന്താ മമ്മി ഒന്നും മിണ്ടാത്തെ? എന്തിനടി ശ്രുതി, അവളോട് പറ.
ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. നിന്റെ അബിയുടെയും കല്യാണം. എന്താന്ന്? അതെ ഗൈസ്, ഞാൻ ഷോക്ക്ഡായി പോയി. അവർക്ക് പ്രത്യേകിച്ച് ഷോക്കിംഗ് ഒന്നുമില്ല. അവര് ഞാൻ ജനിക്കുമ്പോഴേ തീരുമാനിച്ചതല്ലേ. അത് മമ്മി. എന്ത് മമ്മി? നിനക്ക് മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ നമുക്കത് ഇപ്പൊ മാറ്റി വെക്കാം, അവിടെ നോക്കാം. അത് വേറെ ആരും ഇല്ല. പിന്നെ എന്താ കുഴപ്പം? ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. നിങ്ങളാണെങ്കിൽ നല്ല മാച്ചും. അവൻ ജർമ്മനിയിൽ നല്ല പോസ്റ്റ് അവന് കിട്ടിയിരിക്കുന്നത്. നീ എന്തായാലും ജോലി റിസൈൻ ചെയ്തേ. നിന്നെ ഇനി അങ്ങോട്ട് കൊണ്ടുപോവാ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ നടത്തത്തില്ല. ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചിരുന്നതാ. നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് നടത്താല്ലേ? അതെ രതീഷ, നമുക്കിത് നടത്താം. അതെ ഗൈസ്, അവരങ്ങ് ഉറപ്പിച്ചു. പിന്നെ നമ്മുടെ പുതുമണവാളൻ ഇതുവരെ ജർമ്മനിയിൽ നിന്ന് ലാൻഡ് ആയിട്ടില്ല. എന്താണോ എന്തോ, കല്യാണ തലേന്ന് വരുമെന്നാ തോന്നുന്നേ. ഞാൻ അറിഞ്ഞില്ല ആ വീട്ടുപോത്ത് നാളെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നുള്ളൂ എന്ന്. ദിവ്യ, നീ അങ്ങോട്ടടി രാവിലെ തന്നെ? ഞാൻ എന്റെ ഏട്ടായിയുടെ കറങ്ങാൻ പോവാ. എന്താന്ന്? ഞാൻ എന്റെ ഏട്ടായിയുടെ കറങ്ങാൻ പോവാ. ആരാ അവൻ? ഓ, അവനോ? ആരാന്ന് പറയടി, അല്ലെ ഞാനിപ്പ അമ്മോട് പറയും. നീ ആയിട്ട് അമ്മയോട് പറയണ്ട, അമ്മയ്ക്കറിയാം. ഞാനിപ്പോ കറങ്ങാൻ പോവാന്ന് അമ്മയ്ക്കറിയാം. എന്നിട്ടും അമ്മ സമ്മതിച്ചോ? പിന്നല്ലാതെ. എടി ആരാടി അത് പറയടി. ആരാന്നോ? അതെ, നിന്റെ പുതുമണവാളനില്ലേ? പുതുമണവാളനോ? അവനെവിടെയാണ് നീ കറങ്ങാൻ പോന്നെ? എടി അവനല്ലടി, ഒന്ന് കേക്ക്, അത് കഴിഞ്ഞിട്ട് ചാടിക്കടിക്ക്. നിന്റെ പുതുമണവാളന്റെ കൂടെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് ഓർമ്മയുണ്ടോ? ഏതാ? കാട്ടുകോഴി രോഹിത്താ? കാട്ടുകോഴി കോഴി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഓ, ഞാനായിട്ട് പറയുന്നില്ല, അവനാണോ? ആടി, ഇതെപ്പോഴാടി തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചാ എനിക്ക് പണ്ടേ ചേട്ടൻ ഇഷ്ടമായിരുന്നു. പണ്ട് നിന്റെ അഭിയേട്ടനോടായിരുന്നു എനിക്കൊരു ക്രഷ്. പതിയെ അത് മാറി എന്റെ രോഹിയേട്ടനോടായി. എന്താന്ന്? രോഹിയേട്ടനാ? പിന്നെ ഞാനെന്താ വിളിക്കണ്ടേ? എടാ മച്ചാനെ രോഹിതെന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. എന്നിട്ട് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? എന്തിന്? അല്ല, പ്രേമിച്ച് നടക്കുന്നതിനൊക്കെ. മമ്മിക്കറിയാം ഞാൻ നിന്റെ പോലെയല്ല. ഞാൻ വികാരങ്ങളുള്ള ഒരു ജീവിയാണ്. എനിക്ക് എന്റെ പപ്പയുടെ സ്വഭാവമല്ല കിട്ടിയേക്കണേ എന്നും എന്റെ മമ്മിക്കറിയാം. പിന്നെ പപ്പയുടെ സ്വഭാവം നീ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം ഞാനേ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയാ നടക്കുന്നേന്ന്. എന്തുവായത്? മേടിച്ചായ? ആരാരെങ്കിലും കാണും? ഒന്ന് പോയത് പിന്നെ, ആ കുരുട്ടടക്കകൾക്ക് എന്തറിയാം? ആരോട് പറയാനാ? അതൊക്കെ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മരിക്കുമ്പോ അത് എന്റെ കൂടെ മണ്ണിലൊളിയും. ജോർജ് കുട്ടി ഇപ്പൊ എന്ത് സീക്രട്ടാ ചിന്തിച്ചുകൊണ്ടിരുന്നേ? ഒന്നുമില്ല, ഒന്ന് പോയടി. ഞാൻ പോവാം. എന്റെ രോഹിയേട്ടന് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ പോട്ടെ. ഇന്ന് പുള്ളിനെ കൊണ്ട് ബിരിയാണി മേടിപ്പിക്കണം. ബെസ്റ്റ്. അവൾക്കെങ്കിലും നല്ലൊരു റൊമാൻറ്റിക് ലൈഫ് കിട്ടട്ടെ. എന്റെ പോലെ മൂഞ്ചി പണ്ടാറടങ്ങിയിരിക്കണ്ടല്ലോ. ആഹാ, നിങ്ങൾ വന്നോ? ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു. എടി സ്വാതി. എന്താ മനുഷ്യ? ദേ, അവര് വന്നേക്കുന്നു. ഏതവര്? ഓഹ്, നിങ്ങളായിരുന്നോ? വാടി മോളെ, കയറിയിരിക്കെ. നിന്റെ ചെക്കൻ വന്നിട്ടുണ്ട്. അബി അബി അബി. എന്താ മമ്മി? ഞാൻ വരുവാ. ഇവളാകെ മാറിപ്പോയല്ലോ. വലിയ കുട്ടിയായി. എപ്പ കണ്ടതാ? ഈശ്വര, ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ഇനി ഇവൻ ജിമ്മിൽ വല്ലതും പോകുന്നുണ്ടോ? നിനക്ക് ഓക്കെ അല്ലേടി മോളെ? എനിക്ക് ഓക്കെയാ. അപ്പൊ നിനക്കോ? ഞാൻ ഓക്കെയാ പപ്പ. എങ്കിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, ഇത് നമുക്ക് ഉറപ്പിക്കാം. അതെ ഗൈസ്, പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ദേ പോയി ഇതാ വന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഈശ്വര, ഞാൻ എന്തൊരു തേങ്ങ ചെയ്യും. ഇവിടെ ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നോ? നീ വന്നോ? നീ എന്തിനാ ഈ സാരിയൊക്കെ എടുത്ത് വന്നേക്കുന്നേ? അത് ഒരാഴ്ച ഫുൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ടയേർഡല്ലേ? നീ പോയി ഫ്രഷ് ആയിട്ട് നോർമൽ ഡ്രസ് ഇട്ട് വന്ന് കിടന്നോ. ഞാൻ സോഫയിൽ കിടന്നോളാം. ആഹാ, എന്തൊരു
ആത്മാർത്ഥതയുള്ള മനുഷ്യൻ. എല്ലാ ദിവസവും ആത്മാർത്ഥതയാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങേണ്ടി വരും. പോട്ട് ബെല്ല്, കിടന്നുറങ്ങാം. എടി കുക്കു, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിട്ട് നടന്നില്ലേ? ഓ പിന്നല്ല, എനിക്ക് വയ്യ. അടിപൊളിയായിരുന്നു. ഞാനങ്ങ് കുഴഞ്ഞു പോയി. ഷേ, ഇതൊന്നും എന്നോട് പറയാതെടി. എന്തുവാ? എനിക്ക് നാണം വരുന്നു. ഞാനിവിടെ നാണം കെട്ടിരിക്കുക. അത് സാരില്ല. അതെന്തായാലും നാണം കെടേണ്ടതല്ലേ. അതൊക്കെ പതിവല്ലേ. എന്റെ കുഞ്ഞു മോളെ, എന്തറിഞ്ഞിട്ടാ നീ കിടന്ന് ചിരക്കുന്നേ? ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല, പൊട്ടി പെണ്ണ്. ഒന്നും ഉണ്ടായില്ല? ഇല്ലടി. ശേ, കഷ്ടായില്ലോ. എങ്ങനെ ഉണ്ടായിരുന്നളിയ? അടിച്ചു പൊളിച്ചില്ലേ? എന്താ? എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എന്തെങ്ങനെ ഉണ്ടായിരുന്നെന്ന്? ഷേ, ഇതൊക്കെ ഞാൻ പറഞ്ഞോ? ഫസ്റ്റ് നൈറ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ എന്നെ ചൊറിയാതെ നീ പോ. ഞാനായിട്ട് ഇനിയൊന്നും പറയത്തില്ല. ഇനി നിങ്ങളെങ്ങാനും ഡിവോഴ്സായ എന്റെയും ദിവ്യയുടെയും കാര്യം എങ്ങനെ നടക്കുമോ എന്തോ. പപ്പ എന്താടാ? അത് പപ്പ, എനിക്ക് തിരിച്ചു പോകണം. ജർമ്മനിയിൽ അത്യാവശ്യമായിട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. ഇന്നെങ്കിലും പോകണം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. വർക്കോ? നീ എന്തിനോടെ വന്നേന്നുമല്ല നിനക്കറിയോ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അബി. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് വല്ലതും ബോധമുണ്ടോ? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പറയുക എനിക്ക് വർക്കുണ്ടെന്ന്. പഠിക്കുന്ന സമയത്ത് പഠിത്തം. ഇപ്പൊ നിനക്ക് വർക്ക്. എന്താണ് നിന്റെ പാപം? നിനക്കെന്താ സാധാരണ പിള്ളേരുടെ പോലെയായോ? നിങ്ങളതിനെ വഴക്ക് പറയണ്ട. എന്തിനാ വഴക്ക് പറയുന്നേ? നമ്മുടെ പൂജമോളെ അവന്റെ കൂടെ അങ്ങോട്ട് വിടാന്നല്ലേ പറഞ്ഞേ? എന്തിനാ വൈകിപ്പിക്കുന്നേ? അവരായിട്ട് അവരുടെ ജീവിതം തുടങ്ങട്ടെ. കല്യാണ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി എന്താ കുഴപ്പം? അതെ ഗൈസ്, ഞാൻ എന്റെ അമ്മായിയമ്മയുടെ ആജ്ഞ അനുസരിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. A few days later. ഞാൻ മാത്രം ഇവിടെ താമസിക്കുന്നോണ്ടാ വീടെടുക്കാണ്ടിരുന്നേ. ഇപ്പോ എനിക്ക് മാത്രമാണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് മതിയാവുമല്ലോ. ബട്ട് ഒരു റൂമുള്ളൂ. നീ എന്നാ റൂമിൽ കിടന്നോ, ഞാൻ ഹോളിൽ കിടന്നോളൂ. ഹോളിലേക്കോ? അപ്പൊ നീ നിന്റെ ഡ്രസ് സാധനങ്ങളും ഒക്കെ ഹോളിലേക്ക് മാറ്റോ? അത് ശരിയാണല്ലോ. സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഹോളിലേക്ക് മാറ്റാം. നീ എന്റെ കൂടെ നിൽക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല. ടേക്ക് യുവർ ടൈം. ടേക്ക് യുവർ ടൈമോ? ഇവൻ എന്ത് തേങ്ങി പറയുന്നേ? എന്റെ ദൈവമേ, അപ്പൊ ഇനി എല്ലാ ദിവസവും രാത്രി ഞാൻ കിടന്നുറങ്ങേണ്ടി വരുമോ? എന്ത് കഷ്ടാ നോക്കണേ. Hey Cuckoo, I'm in love with you, Cuckoo. So do I. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഇത് ഈ ജന്മത്തൊന്നും നടക്കുന്ന എനിക്ക് തോന്നണില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഫുഡ് വല്ല ഓർഡർ ചെയ്യാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചോ? വാവ്, കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എന്റെ ദൈവമേ. സോ ഹി ഡസ് കെയർ അബൌട്ട് മീ. എത്ര കമ്പനിക്ക് ഞാൻ മെയിൽ ചെയ്ത് എനിക്കും അടുത്തു. എന്റെ ദൈവമേ, ഇവിടെ ചെയ്യാനൊന്നുമില്ല. ഫോൺ കുത്തിയിരിക്കാന്നല്ലാതെ വേറെ എന്താ ഉള്ളേ? ഫുഡ് ഉണ്ടാക്കിയാലോ? വൈകിട്ട് അഭി വരുമ്പോ ഒരു സർപ്രൈസ് ആവട്ടെ. വാതിൽ തുറന്നിട്ടേക്കാണല്ലോ. കുക്കു. അതെ, ഞാൻ ഡിന്നർ ഉണ്ടാക്കി. ഒന്ന് കഴിച്ചു നോക്കി അഭിപ്രായം പറയൂ. എന്റെ ഫസ്റ്റ് ടൈമാ യൂട്യൂബിൽ നോക്കിയാ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലതായിരിക്കും, ഉറപ്പാ. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. നല്ലതാ. ഓക്കെ, ഞാനെന്നാ പോയി കിടക്കട്ടെ. എനിക്ക് വയ്യ. അയ്യേ, ഈ തീറ്റ സാധനമാണ് ഞാൻ ഉണ്ടാക്കിയേ. എന്റെ ദൈവമേ, ഇത് ഫുള്ള് അവൻ എന്നിട്ട് കഴിച്ചാ? ഞാൻ ഇറങ്ങാം. ഞാനിന്ന് വരാൻ വൈകും. ഫസ്റ്റ് മന്ത് സാലറി ആയതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വെച്ചിട്ട് പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ.
വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ചാവാൻ പോവാണെന്ന് അറിഞ്ഞാലും ഇങ്ങനെ തലയായിട്ട് ഇരുന്നാ പോരെ. ഹും. നീ വന്നോ? എന്താ വൈകിയേ? ഇത്രയും വൈകുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. Wow, you do care about me. എന്നെ പറ്റി നീ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചു, എന്നെ പറ്റി നീ അന്വേഷിച്ചു. That is so much for me. അതെ, എനിക്ക് ഒരാളെ ഇഷ്ടാ. ആരാ? അത് നിന്നോട് ഞാൻ എങ്ങനെ പറയാ? നിന്നോട് പറയേണ്ട ആവശ്യമില്ല, നിനക്ക് അവരെ നന്നായിട്ട് അറിയാം. രോഹിത്തോ? ആ തേണ്ടിയല്ല. അതാരാന്നോ? അതിന്റെ പേരാണ് അഭിനന്ദ്. നിനക്ക് എന്താ പറ്റിയേ? നീ കുടിച്ചിട്ടുണ്ടോ? My first love. ആരോട് പറയാനാ? കൊറേ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ വല്ലാണ്ട്. എന്തായാലും ഫസ്റ്റ് നൈറ്റില് എല്ലാം തീരുമാനായി. ഹൗസിലിട്ടുള്ള കുട്ടിയാണോ? ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ? എന്തൊരു തലവേദന. ഈശ്വര, ബോധമില്ലാത്ത സമയത്ത് ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത്. ഫ്രഷ് ആയിട്ട് എന്റെ റൂമിലേക്ക് ഒന്ന് വരുമോ? കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തിനാണോ എന്തോ, ഇനി എന്നെ വഴക്കു പറയാനാണോ അതോ ഡിവോഴ്സ് ചെയ്യാനാണോ? എന്താ വിളിച്ചേ? ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഉണ്ടാക്കിയേ? കഴിച്ചിട്ട് പോയാ മതി. കുക്കു, ഐ ലവ് യു. ഏയ്, ഞാൻ സ്വപ്നം കണ്ടതാവാനാ വഴി. ഐ ലവ് യു. എന്താ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എന്തു പറ്റി? എന്തെങ്ങനെ ചുമക്കുന്നേ? നീ ശരിക്കും പറഞ്ഞതാണോ? സോറി കുക്കു, എല്ലാത്തിനും. എന്തിനാ സോറിയൊക്കെ? നീയായിട്ട് ഇങ്ങോട്ട് വന്ന് പറയണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടാ. പക്ഷെ അതെങ്ങനെയാ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ചെറുപ്പം മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും രോഹിത്തിന് അറിയായിരുന്നു. ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മള് വളർന്നതും അങ്ങനെയൊക്കെ തന്നെയാ. പണ്ട് നീ സ്കൂളിൽ പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് നീ അബ്രോഡ് പോയപ്പോഴും എന്തു പറയാനാ, ഇപ്പോഴും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഇതുവരെയും കൂടാതെ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. പക്ഷെ നീ എന്നെ ഒരു ബ്രദറായിട്ട് കാണും എന്ന് പേടിച്ച് ഞാനിത് ഒരിക്കലും പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ തന്നെ നിന്നെ എനിക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പേടിച്ച് ഞാനിതിന്റെ ഉള്ളിലൊതുക്കി. എനിക്കറിയില്ല കുക്കു, നിന്നോട് ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന്. ഐ റിയലി ലൈക്ക് യു കുക്കു. നോ, ഐ ലവ് യു. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. എനിക്കും പണ്ട് തൊട്ടേ ഇങ്ങനെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ഞാൻ പറഞ്ഞില്ല. കുക്കു, I was waiting every single day. But ഇനി അത് പറ്റില്ല. Not again. I really want you. അത് ഞാനല്ലേ, വേറെ ആരുമല്ലല്ലോ. then it's all right. അയ്യോ, തലയിടിച്ചോ? വേദനിക്കുന്നുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഇനി എന്തായാലും വേദനിക്കില്ലേ?
മക്കളെ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസായി? ഒരു കുഞ്ഞിക്കാല് കാണാനൊക്കെ ആഗ്രഹമില്ലേ നിങ്ങക്ക്? അതിനിപ്പോ എന്താ മമ്മി, വേഗം കാണാം. എന്തായാലും മമ്മി പറഞ്ഞതല്ലേ, എന്നിട്ട് കേൾക്കാതിരിക്കുന്നത് മോശമല്ലേ? ഓ, ഇയാളെ കൊണ്ട് എന്റെ ദൈവമേ. എന്ന് വെച്ചാ ഇപ്പൊ കുക്കു? അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാന്നാ പറഞ്ഞ. ആദ്യം ഞാൻ വിചാരിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പൂർണ്ണ ഉറക്കമായിരിക്കുമെന്ന്. എന്നാ എന്റെ എല്ലാ വിചാരം തിരിച്ചുകൊണ്ട് എന്നെ കിടത്തി ഉറക്കുന്നില്ല. ഇനി ഇതും കൂടെ ആയാ പിന്നെ ഞാൻ 3G. എനിക്കിന്ന് കൊറേ വർക്കുണ്ട്, നീ പോയി കിടന്നോ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. വർക്കൊന്നും ഇപ്പൊ ചെയ്യണ്ട, അതൊക്കെ പിന്നെ ചെയ്യാം. പിന്നെ വർക്ക് ചെയ്യണ്ടേ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അവർക്ക് നല്ല സങ്കടമുണ്ട്. അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വീണ്ടും ഇതെല്ലാ ദിവസമൊന്നും പറ്റത്തില്ല കേട്ടോ. നിനക്ക് മടുത്തില്ലേ? മടുക്കാനോ? എന്റെ എത്ര വർഷം പോയെന്നറിയോ? ഓ, വീണ്ടും ശിവരാത്രി തന്നെ. ഇങ്ങോട്ട് വാടി. അതെ ഗൈസ്, അങ്ങനെ ആ സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. ഐ ആം പ്രഗ്നന്റ്. എല്ലാവർക്കും സന്തോഷമായിരുന്നെങ്കിൽ ഒരാൾക്ക് അത്രയ്ക്ക് നല്ല സന്തോഷമൊന്നും ആയിരുന്നില്ല. കാരണം ഇപ്പോഴെന്നെ കാണാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ രാത്രി പപ്പയുടെ മമ്മിയുടെയും കൂടെ ഒക്കെ കിടക്കും. അത് കാരണം ഒരാൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അബി, പിണക്കത്തിലാണോ? ആണെങ്കിൽ നിനക്കെന്താടി? എന്റെ പിണക്കത്തിന് ഇവിടെ വിലയില്ലല്ലോ. നിനക്ക് വേറെ ആൾക്കാരെ പോലെ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ ഇപ്പൊ വേണ്ടാതായി. എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും അവൾ വരുന്നില്ല. വേറെ ആൾക്കാരെ കിട്ടിയല്ലോ. നാട്ടിൽ വന്നതിന് ശേഷം എന്നെ ഓർമ്മ പോലും ഇല്ല. അതിനോട് സ്നേഹമല്ല പഴയ പോലെ, പുതിയ ബേബിയോടെ സ്നേഹം. ഹലോ മിസ്റ്റർ, റാപ്പ് ചെയ്യാതെ ഒന്ന് സ്പീഡ് കുറച്ച് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്താണോ ഇങ്ങനെ? ഈ ചെറിയ കാര്യത്തിലൊക്കെയാണോ പിണങ്ങിയിരിക്കുന്നേ? ഒരാള് കൂടെ വരുമല്ലേ, അതിന്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? ബേബി പുറത്തു വന്ന് നീ ഒന്ന് പഴയ പോലെ ആവട്ടെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. അതിലൊരു ഭീഷണി ഞാൻ കാണുന്നുണ്ടല്ലോ. തൽക്കാലത്തേക്ക് അത് ഭീഷണി തന്നെയാ. മനസ്സിലാവാത്ത പോലെ നിക്കാം. അതെ ഗൈസ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരാൾ കൂടെ വരാം. ഞങ്ങളുടെ സ്വന്തം റിയ. എന്റെ കൊച്ചിന്റെ 2ാം മാസം ആയപ്പോഴത്തേക്കും 2 പേരുടെ കല്യാണമായി. ആരും പേടിക്കണ്ട, രോഹിത്തിന്റെ ദിവ്യയുടെ. എന്റെ ദൈവമേ, ആ രോഹിത് ഇത്ര കോഴിയാന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ട് കെട്ടിക്കത്തില്ലായിരുന്നു. ഇനി ഞാനെങ്ങാനും വേണ്ടെന്ന് പറഞ്ഞ അവൾ എന്നെ കൊല്ലും. എന്താണിവിടെ? എന്താടി, എനിക്ക് എന്റെ ഭാര്യയുടെ സൗന്ദര്യം കാണാൻ പാടില്ലേ? നീ ഇങ്ങ് വന്നേ. പിന്നെ പോടുന്നു, ഇപ്പൊ വേണ്ട, കൊച്ചുറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് പാടി. എന്ത് കഷ്ടത്, സമ്മതിക്കത്തില്ല. ഇയാളെ കൊണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നെ? എന്റെ കൊച്ചിനെ ആദ്യമായിട്ടാണോ കാണുന്നത്? അതോ നിങ്ങൾ കൊച്ചുങ്ങളെ കണ്ടിട്ടില്ലേ? അച്ഛന്റെ പൊന്നല്ലേ, വേഗം കുടിച്ച് കിടന്നുറങ്ങ്. ഇത് കഴിഞ്ഞിട്ട് അച്ഛന് കുടിക്കാനുള്ളതാ. അയ്യോ, അപ്പൊ എനിക്കിനി ശിവരാത്രി തന്നെ. അതെട്ടാ. കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവിടെ മിണ്ടാതെ കിടക്കടി.